ഹിസ്റ്റോറിയൻസ് ആൻഡ് ദെയർ സോഴ്സസ്. അതായത് ഹിസ്റ്റോറിയൻസിന് എവിടെ നിന്നാണ് ഈ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിച്ചത്. Historians use different types of sources to learn about the past depending upon the period of their study and the nature of their investigation. അപ്പോൾ എന്തിനെ കുറിച്ചാണ് പഠിക്കുന്നത് അല്ലെങ്കിൽ എന്ത് കാര്യത്തിനെ കുറിച്ചാണ് ഇവർ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനനുസരിച്ചിട്ട് അവർ യൂസ് ചെയ്തിരിക്കുന്ന സോഴ്സസും ഡിഫേർഡ് ആയിട്ടുണ്ട്. Last year, for example, you read about rulers of Gupta dynasty and Harshavardhana. നമ്മൾ ഹർഷവർദ്ധനെ കുറിച്ചും ഗുപ്ത ഡൈനാസ്റ്റിയെ കുറിച്ചും ഒക്കെ 6th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇൻ ദിസ് ബുക്ക് വി വിൽ റീഡ് അബൌട്ട് ദി ഫോളോയിങ് 1000 years ഫ്രം റഫ്ലി 700 to 1750. അപ്പോൾ ഈ ഒരു കാലഘട്ടം 700നും 1750ക്കും ഇടയ്ക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചത് അതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. You will notice some continuity in the sources used by historians for the study of this period. അപ്പോൾ കുറച്ചൊക്കെ സോഴ്സസ് അവർ യൂസ് ചെയ്തിരിക്കുന്ന സിമിലർ ആയിട്ട് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ തോന്നും. They will rely on coins, inscriptions, architecture and textual records for information. അപ്പോൾ അവർ മെയിനായിട്ട് യൂസ് ചെയ്തത് ആ ഓരോരോ കാലഘട്ടങ്ങളിൽ ആളുകൾ യൂസ് ചെയ്തിട്ടുള്ള കോയിൻസ്, ഇൻസ്ക്രിപ്ഷൻസ്, അതേപോലെ തന്നെ അവിടുത്തെ ആർക്കിടെക്ചേഴ്സ്, പിന്നെ ഓരോരോ ടെക്സ്റ്റുവൽ റെക്കോർഡ്സ് എന്തെങ്കിലും മാൻസ്ക്രിപ്റ്റോ അങ്ങനെ എന്തെങ്കിലും അവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിനൊക്കെ ബേസ് ചെയ്തിട്ടായിരുന്നു അല്ലെങ്കിൽ അതൊക്കെയായിരുന്നു ഇവർ സോഴ്സസ് ആയിട്ട് യൂസ് ചെയ്തിരുന്നത്. അതായത് പാസ്റ്റിനെ കുറിച്ച് അറിയാനായിട്ട് ഇവർ യൂസ് ചെയ്തിരുന്ന സോഴ്സസ് ആണ് ഇതൊക്കെ. But there is also considerable discontinuity. The number and variety of textual records increased dramatically during this period. അപ്പോൾ അതായത് ഈ ആ ഒരു ടൈമിലാണ് കൂടുതലായിട്ടും കാര്യങ്ങൾ എഴുതി തുടങ്ങിയത്. അപ്പോൾ ആ ടൈം പീരീഡിൽ ഒരുപാട് റെക്കോർഡ്സിൻ്റെ എണ്ണം ഇങ്ങനെ കൂടിക്കൂടി വന്നു. അതായത് എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങളുടെ എണ്ണം കൂടിക്കൂടി വന്നു. They slowly displaced the other types of available information. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ഇൻഫർമേഷൻസിനൊക്കെ പകരം ടെക്സ്റ്റൽ റെക്കോർഡ്സ് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. Through this period, paper gradually became cheaper and more widely available. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു എഴുത്ത് കൂടിക്കൂടി വന്നിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ആ ഒരു കാലഘട്ടത്തിൽ പേപ്പർ കുറച്ചുകൂടെ ചീപ്പായിരുന്നു. അതേപോലെ തന്നെ ധാരാളം ആളുകൾ എഴുതാനായിട്ടും തുടങ്ങി. പേപ്പർ ചീപ്പായിരുന്നു, ഈസിലി അവൈലബിൾ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ എഴുതാനായിട്ട് തുടങ്ങി. People used it to write holy texts, chronicles of rulers, letters and teachings of saints, petitions and judicial records, and for registers of accounts and taxes. അപ്പോൾ എന്തിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു ആളുകൾ ഈ പേപ്പർ യൂസ് ചെയ്തിരുന്നത്? ഒന്ന് പുരാണങ്ങളൊക്കെ എഴുതാൻ വേണ്ടിയിട്ട്, മറ്റൊന്ന് റൂളേഴ്സിനെ കുറിച്ച് അവരുടെ വീരഗാഥകളൊക്കെ എഴുതാൻ വേണ്ടിയിട്ട്, പിന്നെ കത്തുകൾ, സെയിൻറ്റുകളുടെ ടീച്ചിങ്സ്, അതായത് ഓരോരോ മതപ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എഴുതി വെക്കാൻ വേണ്ടിയിട്ട്, പിന്നെ അതേപോലെ തന്നെ കോർട്ടിലെ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജുഡീഷ്യൽ റെക്കോർഡ്സ്, പെറ്റീഷൻസ് ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട്, പിന്നെ ടാക്സുകളെ കുറിച്ചും അക്കൗണ്ട്സിൻ്റെ ഒക്കെ രജിസ്റ്റർ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ആയിട്ടാണ് ഇവർ ഈ പേപ്പേഴ്സ് യൂസ് ചെയ്തത്. മാൻസ്ക്രിപ്റ്റ് വേ കളക്റ്റഡ് ബൈ വെൽത്തി പീപ്പിൾ, റൂളേഴ്സ്, മൊണസ്ട്രീസ് ആൻഡ് ടെമ്പിൾസ്. പിന്നീട് ഈ മാൻസ്ക്രിപ്റ്റ് ആണെങ്കിൽ ധനികരായിട്ടുള്ള ആളുകൾ, റൂളേഴ്സ്, ഓരോരോ മൊണസ്ട്രീസ് എന്ന് പറയുമ്പോൾ മഠത്തിൽ താമസിക്കുന്ന ആളുകൾ, അമ്പലത്തിലുള്ളവർ, അവരൊക്കെ ഇത് സൂക്ഷിച്ചു വെക്കാനായിട്ട് തുടങ്ങി. അതായത് പ്ലേസ് ഇൻ ലൈബ്രറീസ് ആൻഡ് ആർക്കീവ്സ്. അതേപോലെ തന്നെ അവർ ലൈബ്രറീസിലും ആർക്കീവ്സിലും ഒക്കെ ആയിട്ട്, ആർക്കീവ് എന്നാണ് ആ സൈഡിൽ കൊടുത്തിട്ടുണ്ട്, അവിടെയൊക്കെ അവർ സൂക്ഷിച്ചു വെക്കാനായിട്ട് തുടങ്ങി. ദീസ് മാൻസ്ക്രിപ്റ്റ്സ് ആൻഡ് ഡോക്യുമെന്റ്സ് പ്രൊവൈഡ് എ ലോട്ട് ഓഫ് ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ടു ഹിസ്റ്റോറിയൻസ് ബട്ട് ദേ ആർ ഓൾസോ ഡിഫിക്കൽട്ട് ടു യൂസ്. അപ്പോൾ ഈ മാൻസ്ക്രിപ്റ്റ്സ് അല്ലെ ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ വളരെയധികം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് കൊടുക്കുന്നത്. പക്ഷെ എന്നാലും അത് യൂസ് ചെയ്യാനായിട്ട് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് അത് യൂസ് ചെയ്യാൻ ഇത്ര ഡിഫിക്കൽട്ട്? അതാണ് ഈ അടുത്ത പാരഗ്രാഫിൽ പറയുന്നത്. There was no printing press in those days, so scribes copied manuscripts by hand. അപ്പോൾ അന്നത്തെ കാലത്ത് പ്രിന്റിംഗ് പ്രസ്സുകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു കാര്യം എന്തെങ്കിലും വേറൊരാൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കോപ്പി ചെയ്യുമായിരുന്നു. നമ്മൾ ഹോംവർക്കൊക്കെ കോപ്പി ചെയ്യാറില്ലേ, അല്ലെ അസൈൻമെൻറ്റ്സ് ഒക്കെ കോപ്പി അടിക്കാറില്ലേ, അതേപോലെ തന്നെ ഇവരന്ന് കോപ്പി ചെയ്യുമായിരുന്നു. കാരണം പ്രിന്റിംഗ് പ്രസ്സുകൾ ഉണ്ടായിരുന്നില്ല. If you have ever copied a friend's homework, you would know that this is not a simple exercise. Sometimes you cannot read your friend's handwriting and are forced to guess what is written. അപ്പോൾ ചില സമയത്ത് നമ്മുടെ കൂട്ടുകാർ എന്താ എഴുതിയിരിക്കുന്നത് നമുക്ക് അറിയില്ല, അല്ലേ? അപ്പോൾ നമ്മളങ്ങ് ഊഹിച്ച് എഴുതി വെക്കും, ഇതായിരിക്കും അവൻ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതി വെക്കും. മാത്സിൻ്റെ ഒക്കെ ഹോംവർക്ക് ആയിരിക്കും കോമഡി ആയിട്ട് വരുന്നത്. 45 എന്ന് ഫ്രണ്ട് എഴുതും, നമ്മൾ എഴുതി വരുമ്പോൾ അത് 54 ആയിപ്പോൾ നമ്മൾ നോക്കി എഴുതുന്നതിന് പ്രശ്നം, അല്ലെങ്കിൽ അവൻ എന്താ എഴുതിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് വായിക്കാനുള്ള പ്രശ്നം, അല്ലേ? അപ്പോൾ അങ്ങനെ കോപ്പി അടിച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്കിത് മനസ്സിലാവും, ഈസി ആയിട്ട് നിങ്ങൾക്കിത് മനസ്സിലാവും. As a result, there are small but significant differences in your copy of your friend's work. അപ്പോൾ അവൻ എഴുതിയിരിക്കുന്നതിൽ നിന്ന് നല്ല ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും നമ്മുടെ അസൈൻമെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഹോംവർക്കൊക്കെ മാറി മാറി വരും.
ഇപ്പോൾ ഇന്നേ വരെ നോക്കി എഴുതാത്ത കുട്ടികളാണെങ്കിൽ ഇനി ഇത് മനസ്സിലാക്കാനായിട്ട് നോക്കി എഴുതുമൊന്നും വേണ്ട കേട്ടോ, ടീച്ചർ വെറുതെ പറഞ്ഞതാ. Manuscript copying is somewhat similar. Our scripts copied manuscripts, they also introduce small changes, a word here, a sentence there. അപ്പോൾ ഇതേപോലെ തന്നെയാണ് നമ്മുടെ മാൻസ്ക്രിപ്റ്റ് കോപ്പിങ്. അപ്പോൾ അതിങ്ങനെ എഴുതുന്ന സമയത്ത് എന്തെങ്കിലും കാര്യം മനസ്സിലാക്കാണ്ട് വരികയാണെങ്കിൽ ഒരു വേർഡ് അങ്ങോട്ട് ആഡ് ചെയ്യും, അല്ലെങ്കിൽ ഒരു വേർഡിന് പകരം വേറൊരു വേർഡ് എഴുതും, ഇവൻ ഒരു സെൻറ്റൻസ് പോലും മാറിപ്പോകും. These small differences grew over centuries of copying until manuscripts of the same text become substantially different from one another. അപ്പോൾ ഇങ്ങനെ നോക്കി എഴുതി പോകുമ്പോഴത്തേക്കിന് ആദ്യം എഴുതിയ ആളും അവസാനം എഴുതിയ ആളും തമ്മിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. This is a serious problem because we rarely find the original manuscript of the author today. അപ്പോൾ നമുക്ക് ആദ്യം ഇത് ആരാണ് എഴുതിയത് അല്ലെങ്കിൽ ആ ആൾ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളത് ഈ അവസാനത്തെ മാൻസ്ക്രിപ്റ്റ് വായിക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാണ്ടായിപ്പോകും. അതേപോലെ തന്നെ ആദ്യത്തെ മാൻസ്ക്രിപ്റ്റ് ഏതാണെന്നോ അല്ലെങ്കിൽ അതിന്ന് അവൈലബിൾ ആണോ എന്ന് പോലും നമുക്ക് അറിയത്തില്ല. We are totally dependent upon the copies made by later scribes. അപ്പം പിന്നീട് ആളുകൾ എഴുതിയിട്ടുള്ളതായിരിക്കും നമ്മൾ പിന്നെ യൂസ് ചെയ്യുന്നത്. As a result, historians have to read different manuscript versions of the same text to guess what the author had originally written. അപ്പോൾ ഒരുപാട് ടെക്സ്റ്റുകൾ വായിച്ചാൽ മാത്രമേ കറക്റ്റായിട്ട് ഫസ്റ്റ് ഓതർ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. On occasion, authors revise their chronicles at different times. അപ്പോൾ അതേപോലെ തന്നെ ഓതേഴ്സ് അവർ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊന്നും മാറ്റി അല്ലെങ്കിൽ ഒന്ന് പുതുക്കി എഴുതിയിട്ടുണ്ട്, ഒരു അപ്ഡേറ്റഡ് വേർഷനും അവർ കൊണ്ടുവന്നിട്ടുണ്ട്. The 14th century chronicler Ziauddin Barani wrote his chronicle first in 1356 and another version 2 years later. അപ്പോൾ 14th century chronicler ആയിട്ടുള്ള സിയാവുദ്ദീൻ ബറാനി ആദ്യത്തെ ക്രോണിക്കിൾ അദ്ദേഹം എഴുതുന്നത് 1356 അതിൻ്റെ തന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള വേർഷൻ അല്ലെങ്കിൽ ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേർഷൻ അദ്ദേഹം 2 വർഷത്തിന് ശേഷം എഴുതിയിട്ടുണ്ടായിരുന്നു. The two differ from each other, but historians did not know about the existence of the first version until the 1960s. രണ്ടിലും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഡിഫറെൻ്റ് ആയിരുന്നു, പക്ഷേ ഹിസ്റ്റോറിയൻസ് അറിയില്ലായിരുന്നു ആദ്യം ഇങ്ങനെ ഒരു ക്രോണിക്കിൾ 1356 അദ്ദേഹം എഴുതിയ ക്രോണിക്കിളിനെ കുറിച്ച് ഹിസ്റ്റോറിയൻസ് അറിയില്ലായിരുന്നില്ല 1960 വരെ. അപ്പോൾ ആ ഒരു കാലഘട്ടം വരെ ഹിസ്റ്റോറിയൻസ് യൂസ് ചെയ്തിരുന്ന ഈ സെക്കൻഡ് ക്രോണിക്കിൾ മാത്രമായിരുന്നു. ഇറ്റ് റിമെയിൻ ലോസ്റ്റ് ഇൻ ദ ലാർജ് ലൈബ്രറി കളക്ഷൻസ്. അപ്പോൾ അത് എവിടെയായിരുന്നു അല്ലെങ്കിൽ ആ ലൈബ്രറി കളക്ഷൻസിൽ എവിടെയോ അത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹിസ്റ്റോറിയൻസിന് അറിയുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ക്രോണിക്കിൾ എക്സിസ്റ്റ് ചെയ്തിരുന്നു എന്ന്. New social and political groups. The study of the 1000 years between 700 and 1750 is a huge challenge to historians, largely because of the scale and variety of developments that occurred over the period. അപ്പോൾ ഈ കാലഘട്ടങ്ങളെക്കുറിച്ച് പഠിക്കുക, അതായത് 700നും 1750ക്കും ഇടയ്ക്കുള്ള ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് പഠിക്കുക എന്ന് പറഞ്ഞാൽ നല്ല ചലഞ്ചിങ് ആയിരുന്നു. കാരണം ധാരാളം മാറ്റങ്ങൾ വന്ന ഒരു പീരീഡാണ് ഇത്, അല്ലെങ്കിൽ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. At different moments in this period, new technologies made their appearance, like the Persian wheel in irrigation, the spinning wheel in weaving, and firearms in combat. അതായത് ഈ ഒരു കാലഘട്ടത്തിൽ ധാരാളം പുതിയ ടെക്നോളജീസ് നമ്മുടെ നാട്ടിലേക്ക് വന്നു. അപ്പോൾ അതിൻ്റെ അത് ഫസ്റ്റ് വൺ വരുന്നത് പേർഷ്യൻ വീൽ, ഇറിഗേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള പേർഷ്യൻ വീലാണ്. പിന്നെ സ്പിന്നിങ് വീൽ, വീവിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള സ്പിന്നിങ് വീല്, അതേപോലെ തന്നെ യുദ്ധത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫയർ ആംസ്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ വന്നിട്ടുള്ള പുതിയ ടെക്നോളജീസാണ് അല്ലെങ്കിൽ മാറ്റങ്ങളാണ്. ഈ ടെക്നോളജീസ് മാത്രമല്ല, ന്യൂ ഫുഡ്സ് ആൻഡ് ബിവറേജസ് അറൈവ്ഡ് ഇൻ ദ സബ് കോണ്ടിനെൻറ്റ്, പൊട്ടറ്റോസ്, കോൺസ്, ചില്ലീസ്, ടീ ആൻഡ് കോഫി. അപ്പോൾ പുതിയ ആഹാരങ്ങൾ അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസും ബിവറേജസും ഒക്കെ നമ്മുടെ നാട്ടിൽ വന്നു. അപ്പോൾ ഇപ്പോൾ വന്ന ഈ ഒരു കാലഘട്ടത്തിൽ വന്ന കാര്യങ്ങളാണ് പൊട്ടറ്റോ, കോൺ, ചില്ലീസ്, ടീ, കോഫി പോലെയുള്ള കാര്യങ്ങൾ. Remember that all these innovations, new technologies and crops came along with people who brought other ideas with them as well. അപ്പോൾ ആളുകൾ ഓരോരോ പുതിയ സാധനങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് മാത്രമല്ല അവരുടെ കൂടെ വെറൈറ്റി ഐഡിയാസും കൂടെ നമ്മുടെ നാട്ടിലേക്ക് എത്തി. As a result, this was a period of economic, political, social and cultural changes. അപ്പോൾ ധാരാളം മാറ്റങ്ങൾ വന്നിട്ടുള്ള ഒരു ടൈം പീരീഡാണ് ഇത്. ഇപ്പോൾ മാറ്റങ്ങൾ പറയുകയാണെങ്കിൽ സാമ്പത്തികപരമായിട്ട്, പൊളിറ്റിക്കലി അല്ലെങ്കിൽ സോഷ്യലി, കൾച്ചറലി ഒക്കെ ധാരാളം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഈ ഒരു ടൈം പീരീഡിൽ 700നും 1750ക്കും ഇടയ്ക്ക്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ചാപ്റ്റേഴ്സിലൊക്കെ പഠിക്കും. ദിസ് വാസ് ഓൾസോ എ പീരീഡ് ഓഫ് ഗ്രേറ്റ് മൊബിലിറ്റി. അതായത് ധാരാളം ആളുകൾ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്തു. ഒന്നെങ്കിൽ അവരവിടെ സെറ്റിൽ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ട്രാവൽ ചെയ്ത് വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം. അതാണ് മൊബിലിറ്റി എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്.
ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ ട്രാവൽ ലോങ് ഡിസ്റ്റൻസസ് ഇൻ സെർച്ച് ഓഫ് ഓപ്പർച്യൂണിറ്റി. ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഓരോരോ അവസരങ്ങൾ തേടിയ ആളുകൾ ധാരാളം ദൂരം ട്രാവൽ ചെയ്തു. The subcontinent held immense wealth and the possibilities for people to carve a fortune. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ വെൽത്ത് അല്ലെങ്കിൽ നമ്മുടെ ഈ രാജ്യത്തുണ്ടായിരുന്ന പോസിബിലിറ്റീസ് ഒക്കെ കാരണം ആളുകൾക്ക് നല്ല ഒരു ഫ്യൂച്ചർ തന്നെയായിരുന്നു പ്രൊവൈഡ് ചെയ്തിരുന്നത്. One group of people who became important in this period were the Rajputs, a name derived from Rajaputra, the son of a ruler. അപ്പം ഈ ഒരു ടൈം പീരീഡിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് നേടിയ ഒരു ഗ്രൂപ്പ് പറയുകയാണെങ്കിൽ അത് രജപുട്സ് ആണ്. രജപുട്സ് എന്ന് പറഞ്ഞാൽ രജപുത്ര എന്ന് പറയുന്ന ആ ഒരു വാക്കിൽ നിന്നാണ് ഈ രജപുട്സ് എന്ന് പറയുന്ന ഈ ഒരു ടേം ഡിറൈവ് ചെയ്തിരിക്കുന്നത്. രജപുത്ര എന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ മകൻ അല്ലേ, രജപുത്ര രാജാവിൻ്റെ മകൻ, അതാണ് ആ വേർഡിൻ്റെ മീനിങ്. Between the 8th and 14th centuries, the term was applied more generally to a group of warriors who claimed Kshatriya caste status. അതേപോലെ തന്നെ 14th century, 8th centuryക്കും 14th centuryക്കും ഇടയിൽ വേറൊരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നു. അവരെ ക്ഷത്രിയ എന്ന് പറയുന്ന ആ ഒരു കാസ്റ്റ് സ്റ്റേറ്റസിലാണ് അറിയപ്പെടുന്നത്, അതായത് വാരിയേഴ്സ്. അതാണ് ഈ ക്ഷത്രിയ ഗ്രൂപ്പിൽ വരുന്ന ആളുകൾ. The term included not just rulers and chieftains, but also soldiers and commanders who served in the armies of different monarchs all over the subcontinent. അപ്പോൾ ഇതിൽ ജസ്റ്റ് റൂൾ ചെയ്തിരുന്ന ആളുകളോ അല്ലെങ്കിൽ തലവന്മാരായിട്ടിരിക്കുന്ന ആളുകളോ മാത്രമായിരുന്നില്ല, സോൾജിയേഴ്സും കമാൻഡേഴ്സും ഒക്കെ വരും. ആർമീസിൽ മുന്നിൽ നിൽക്കുന്ന സോൾജിയേഴ്സ് കമാൻഡേഴ്സ് ഒക്കെ ഇല്ല, അവരെല്ലാം ഈ പറയുന്ന ഈ ഒരു കാറ്റഗറിക്കകത്ത് വരും. A chivalric code of conduct, extreme valor and a great sense of loyalty were the qualities attributed to Rajputs by the poets and the bards. അപ്പം പോയറ്റ്സ് ഒക്കെ ഇവരെക്കുറിച്ച് രജപുട്സിനെ കുറിച്ച് എഴുതുമ്പോൾ അവർക്ക് പറയുന്ന ആ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര ഓണസ്റ്റ് ആണ്, അതേപോലെ തന്നെ നല്ല ധീരന്മാരാണ്, ലോയൽ ആയിട്ടുള്ള ആളുകളാണ്, നല്ല നീതിമാന്മാരായിട്ടുള്ള ഇങ്ങനത്തെ കുറേ ക്വാളിറ്റീസ് ആയിരുന്നു രജപുട്സിനെ കുറിച്ച് അന്നുണ്ടായിരുന്ന പോയറ്റ്സ് എഴുതിയപ്പോൾ പറഞ്ഞിരുന്നത്. Other groups of people such as the Marathas, Sikhs, Jats, Ahoms and Kayasthas also used the opportunity of the age to become politically important. മറ്റ് ഗ്രൂപ്പിലുള്ള ആളുകളും ഈ ഒരു ടൈം പീരീഡിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നു.